സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കഴിഞ്ഞ ജൂലൈ 3 മിനിഞ്ഞാന്ന് നമ്മുടെ ജോസഫ് പാംബ്ലാനി പിതാവ് പുതിയൊരു ബോംബിടുകയുണ്ട്. എന്താ പിതാവ് പറഞ്ഞ്? എന്നെ 10-14 മാസം മുമ്പ് അരമനയിൽ വച്ച് എന്നെ പുറത്ത് ഒരുത്തൻ കുത്തി, അതിൻ്റെ പാട് 1 മാസത്തോളം എൻ്റെ പുറത്തുണ്ടായിരുന്നു. എൻ്റെ ഡ്രൈവറെ കഴുത്തിന് ചവിട്ടി. ആ ആള് തന്നെയാണ് എന്നെ പുറത്ത് കുത്തിയത്. ഇത് എന്താ പറയുന്നതിൽ എന്തെങ്കിലും ലോജിക്ക് വേണ്ട? ചത്തപ്പ നടത്തുന്ന കാര്യം ചാത്തത്തിനാണോ എൻ്റെ പൊന്ന് പിതാവേ നടത്തണം? അതാ ആ സമയത്ത് ചെയ്യണ്ടേ, പരാതി കൊടുക്കണ്ടേ? CCTV ഉണ്ടല്ലോ, പരാതി കൊടുത്തോ? ഇല്ലല്ലോ. സത്യത്തിൽ അവിടെ എന്തോ ഉണ്ടായിരുന്നു? അവിടെ ഒരു ആളൊരു തല്ലുണ്ടായാലും ബഹളം ഉണ്ടായിരുന്നില്ല. ഒരു ഭാഗത്ത് വിമതര് അരമനയുടെ ഒരു സൈഡില് പ്രതിഷേധവും സമരവും ഒക്കെ ഉണ്ടായി. ഇടതുവശത്ത് അന്ന് വൺ ചർച്ച് വൺ കുർബാനയില്ല. ഒരു ഭാഗത്ത് വേറെ 3-4 സംഘടനകളാണ്. CPS, MTNS, അങ്ങനെ പല പല സംഘടനകൾ. അത് MTNS പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. വൺ ചർച്ച് വൺ കുർബാനയൊന്നും അന്ന് രൂപീകൃതമായിട്ടില്ല. പിന്നെ അവരുടെ പേരിൽ കേസെടുക്കും. തന്നെയല്ല, ഈ പുറത്ത് കുത്തിയത് എൻ്റെ പുറത്താണ് കുത്തിയതെന്ന്. അത് ആരും വിമതരെ കുത്തിയത്. ഞാനും പിതാവോട്, ജോസഫ് പാംബ്ലാനി പിതാവോടും കൂടി ഈ അരമനയുടെ പുറത്തുനിന്ന് നടന്നു പോണ സമയത്ത് വിമതരോടൊപ്പമാണ് എൻ്റെ നടക്കേക്കട ഞങ്ങൾ പോയി. അപ്പം ഞാൻ വർത്താനം പറഞ്ഞു പോയപ്പോൾ എൻ്റെ വർത്തമാനം ഇപ്പം പിതാവിനെ പഠിപ്പിക്കാനുള്ളോടാ എന്നും പറഞ്ഞിട്ട് വിമതർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയായിപ്പോൾ എന്നെയാണ് നീ പിതാവിനെ പഠിപ്പിക്കാന്ന് പറഞ്ഞ് എന്നെയാണ് കുത്തിയത്. തിരിച്ചു ചോദിക്കാൻ എനിക്ക് ഞങ്ങൾക്ക് അന്ന് വലിയ ശക്തിയൊന്നുമില്ല, ഉണ്ടായുസും ഇല്ല. ഞങ്ങൾ സഭാവിശ്വാസികളാണ്, യഥാർത്ഥ വിശ്വാസികളാണ്. ഞങ്ങൾ ഈ കോലം കത്തിക്കാനോ അല്ലെങ്കിൽ ഏതാ ഒരു സൈജു ആന്റണി കാല് വെട്ടു എന്നൊക്കെ പറഞ്ഞ് പല പ്രാവശ്യം ഫേസ്ബുക്കിലൊക്കെ വന്നല്ലോ. ഒരു പിതാവിൻ്റെ ഒരു മെത്രാന്റെ കാല് വെട്ടു എന്ന് പറഞ്ഞത് പല പ്രാവശ്യം TV-ലൊക്കെ നമ്മളെല്ലാവരും കണ്ടു. അദ്ദേഹം എന്തെല്ലാം പറയണേ, പുള്ളി മുസ്ലിം തീവ്രവാദികളുടെ കാശ് മേടിച്ച് എറണാകുളം രൂപതയെ മറ്റുള്ള 34 രൂപയിലും കുഴപ്പമില്ല, ഇവിടെ അവൻ നശിപ്പിച്ച് തുടങ്ങും. അവനൊത്തിരി വാക്സാമർത്ഥ്യം, എല്ലാവിധ ഈ സഭയെ പറ്റിച്ച് മാത്രം ഇത്രയും കാലം അവൻ ജീവിക്കും. കോടീശ്വരനായി ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ ജപ്തിക്കടയൊക്കെ വിളിച്ച് എൻ്റെ ഭൂമി വിൽക്കാതെ അവനാണ് ഇപ്പം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇപ്പം ഇന്നലെ ഞാൻ നോക്കാം അവനും അവൻ്റെ ചിങ്കിടികളും ഇട്ടുകൊണ്ടിരിക്കുക. പിതാവിനെ തല്ലിയവരത് നടപടിയോ? ഇത് ഇന്നാണോ പരാതി പറയേണ്ടത്? അന്നത്തെ CCTV ഒക്കെ പരിശോധിച്ചാൽ അറിയാലോ. ഇന്നൊരു ഭാഗത്ത് ഈ ഷൈജു ആന്റണി അനിയനും വിമതരൊക്കെ ഉണ്ടായിരുന്നു. അവരായിരിക്കും നുഴഞ്ഞു കയറിയെന്ന് പിതാവ് പറഞ്ഞു. മിക്കവാറും അവരായിരിക്കാനാണ് സാധ്യത. അവരായിരിക്കും മിക്കവാറും തല്ലി. നമുക്ക് പിതാവിനും തല്ലണ്ട ഒരാളും തല്ലേയില്ലേ അവിടെ. തന്നെ ഞങ്ങളൊന്നും സമ്മതിക്കില്ല. ഒരുപാട് കൈക്കാരന്മാര്, ബസിലിക്ക പള്ളിയിലെ കൈക്കാരൻ, അങ്ങനെ ഒരുപാട് മാന്യമായ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ്മാർ, മാന്യമായ ആളുകൾ, പല പ്രൊഫസർമാരൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായി. നിരവധി സ്ത്രീകളുണ്ടായി. ഞങ്ങളൊക്കെ പിതാവിനൊക്കെ തല്ലാപ്പാണ്. വളരെ ബഹുമാനത്തോടു കൂടി അന്നും ഇന്നും എന്നും ഞങ്ങൾ സംസാരിക്കുള്ളൂ. ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവരെ പിതാവിനെ ഞങ്ങൾ ആ തരത്തിലേക്കാണ്. ഞങ്ങളുടെ ആത്മീയ പിതാവ് ഒരിക്കലും ഞങ്ങൾ തല്ലാൻ ഞങ്ങൾ ആരും അനുവദിക്കില്ല. പിതാവിനെ തല്ലി ഞങ്ങളൊക്കെ എനിക്ക് സമ്മതിക്കൊന്നുമില്ല. കാര്യമൊക്കെ വേറെ കാര്യം. എൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റൊക്കെ ഉണ്ട്. 300 രൂപ പറഞ്ഞ് കിട്ടും, മറ്റേ ചെയ്യും, മറിച്ച് ചെയ്യും. 4 വാൾപോസ്റ്റിൻ്റെ കണ്ണൂർ ഒട്ടിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രിയാപോസിൻ്റെ മേലൊക്കെ നടപടി എടുക്കാൻ വേണ്ടി 2 വണ്ടി പോലീസിലേക്ക് കണ്ണൂരിൽ നിന്ന് അയച്ചിട്ട് ഇപ്പം ചെയ്യാൻ പിതാവിനോട് പറ്റിയില്ല. ഇപ്പം തന്നെ അവിടെ മാണിപ്പറമ്പിലച്ഛൻ അവിടെ ഒരു യോഗത്തിന് വിളിച്ചേ, ഇരിങ്ങാലക്കുട രൂപതയിലെ ആളൂര്. അവിടെ ഒരു പിതാവ് അങ്ങോട്ട് ചമ്മന്തി വിഷണ്ണനായി. മാണിപ്പറമ്പിലച്ഛൻ ഇത് ഭംഗിയായിട്ട് കാര്യങ്ങൾ, സഭയുടെ കാര്യങ്ങൾ, പാരമ്പര്യങ്ങൾ, ഈ യൂണിഫൈഡ് കുർബാന വേണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിനെപ്പറ്റി അക്ഷരങ്ങൾ നിരത്തി വളരെ കൃത്യമായിട്ട് ഡേറ്റുകളടക്കം പറഞ്ഞ് വളരെ അവിടെയുള്ള ആളുകൾ മുഴുവൻ അച്ഛനെ അംഗീകരിക്കും. അപ്പം ഈ വേലി തന്നെയാണല്ലോ വിളവ് തിന്നണേ എന്നൊരു സൂചന അവിടെ വന്നപ്പോൾ ഇതിൻ്റെ ആളെ ശരിക്കും പറഞ്ഞാൽ ഈ വിമത ശല്യം ഉണ്ടാക്കുന്നത് കർദിനാളാമെന്റ് ജോസഫ് പാംബ്ലാനി പിതാവണി കെണി മുഴുവൻ. അപ്പം കടിച്ച പാമ്പിനെ കൊണ്ട് വിഷറിയിക്കാനാണ് ഞങ്ങൾ
ആളൂര് നോക്കിയതേ. പക്ഷെ അപ്പൊ എടുത്ത വഴി വാക്സാമർത്ഥ്യമുള്ള ആള് ഈ സെമിനാറിൽ വെച്ച് പുസ്തകരിയെ പല പുസ്തകങ്ങളൊക്കെ ഉണ്ടാക്കിയ ആൾ എടുത്ത വഴി അവിടെ വേറെ പ്ലേറ്റ് അമർത്തിട്ട് ഉഗ്രം ബോംബാണ് വെച്ചത്. അതും നനഞ്ഞ പടക്കമാകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞങ്ങളൊക്കെ അന്ന് അവിടെ ഉണ്ടായ ആളുകളാണ്. എന്ത് കേസ് വേണമെങ്കിലും എടുത്താൽ ഞങ്ങളുടെ പേരിലൊന്നും ഒരു നടപടി എടുക്കാൻ ഈ ഷൈജാനണി കേസ് നടക്കില്ല. ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ കർത്താവുണ്ട്, ഈശോ മിശിഹയുണ്ട്, ഞങ്ങൾ സഭയുടെ വക്താക്കളാണ്. ഞങ്ങൾ പറയുന്നത് തെറ്റെന്താന്ന് ഈ വിമതരൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ആരെങ്കിലും ഒന്ന് പറഞ്ഞു. ഞങ്ങൾ പറയുന്നു സഭ തീരുമാനിച്ച, ഭൂരിപക്ഷം തീരുമാനിച്ച മെത്രാന്മാരെല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ് ആ കുർബാന വേണമെന്ന് പറയണത്. ഇനി നിങ്ങളുടെ ജനാഭിമുഖ കുർബാനാണോ? സഭ തീരുമാനിക്കട്ടെ. ഇയാളെ സിനഡ് വരണല്ലോ, അവിടെ നിങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾ അതിനകത്ത് പങ്കെടുക്കും. സഭ തീരുമാനിക്കുക, അല്ലാണ്ട് നിങ്ങളുടെ ഈ പട്ടക്കുളത്തിലെ കളി അത് നടക്കില്ല. ഇവിടെ എറണാകുളത്ത് ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ജയിക്കും. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്, എല്ലാ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുണ്ട്, പള്ളിയുണ്ട്, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലാണ്. ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾക്ക് സമ്പത്തൊന്നും വേണ്ട. സമ്പത്തൊക്കെ നിങ്ങളുടെ കയ്യിലായിപ്പോയില്ല, ഞങ്ങൾ എടുത്ത് നടക്കില്ല. അപ്പൊ ഞങ്ങളെ കയ്യിൽ കഴിഞ്ഞപ്പോൾ എൻ്റെ നിന്നൊക്കെ എന്തൊരു പൈസ ചിലവാന്നറിയോ. പാവപ്പെട്ടൊരു കൂലി, ഇപ്പം ഡെയിലി വേജസും ജോലി ചെയ്യുന്ന ആളാണ്. ഏറ്റവും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന 10-66 വയസ്സായിട്ട് ഇപ്പോഴും 10-600 ശമ്പളത്തിന് ജോലി ചെയ്യുന്നത്. ഒരു കാശിയുടെ വഴി സഭയുടെ കുർബാനയ്ക്ക് വേണ്ടി പിതാക്കന്മാർ തീരുമാനിച്ച കുർബാനയ്ക്ക് വേണ്ടി ഞാനൊക്കെ മുടക്കണമെന്നറിയാവും. ഒരു ആലിഞ്ചേരിയും വേണ്ട, ഒരാളുടെ 10 പൈസ വേണ്ട. ഞങ്ങള് സഭയോടൊപ്പമാണ് ആ തീരുമാനിച്ച കുർബാന വേണമെന്ന് പറയുന്നത്. എന്താ തെറ്റ്? ഞങ്ങളുടെ തെറ്റൊന്നും ചൂണ്ടി ആരെങ്കിലും കാണിച്ച് ഞങ്ങൾ തിരുത്താം. ഞങ്ങൾക്ക് ഏകീകൃത കുർബാന കാണാതെ ഞങ്ങൾ പുറകോട്ട് പോകില്ല. എൻ്റെ പിതാവേ, കഴിഞ്ഞ ഒരാഴ്ച മുമ്പല്ലേ നമ്മുടെ വത്തിക്കാനിൽ 2 മെത്രാന്മാരെ പുറത്താക്കി നമ്മുടെ സഭ. ലത്തീൻ രൂപതയിൽപ്പെട്ടാണ്, ലത്തീനിൽപ്പെട്ടാണ് 2 മെത്രാന്മാരെ പുറത്താക്കി. എന്താ കാരണം? അനുസരണയില്ലായിട്ട്. പിതാവും വലിയ തണുപ്പൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പിതാവിന് അല്പം പോലും മാന്യമര്യാദ ഉണ്ടെങ്കിൽ ഈ വിമതരുമായിട്ടുള്ള കൂട്ടുകെട്ട് വിട്ട് സഭയുടെ കുർബാനക്കെല്ലാം പ്രാപ്തി കാണിക്കും. ശരി, ഓക്കെ, എല്ലാവർക്കും നന്ദി.